കൊതിയൂറുന്ന രുചിക്കൂട്ടിൽ മീൻ വിഭവങ്ങൾക്ക് പേരുകേട്ട ഒരു സ്ഥലമുണ്ട് കോഴിക്കോട്. കടലുണ്ടിയിലെ ബാലേട്ടൻ്റെ കട. വിഭവങ്ങളുടെ സ്വാദ് കടൽ കടന്ന കഥയാണ് കൈപുണ്യത്തിൻ്റെ സുൽത്താനായ ബാലേട്ടന് പറയാനുള്ളത്. കടലുണ്ടിയിലെ മീൻ വിഭവങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് സമീർ സി മുഹമ്മദ്. മത്സ്യവിഭവങ്ങളുടെ വൈവിധ്യശേഖരവുമായി വിനോദസഞ്ചാരികളെയും യാത്രക്കാരെയും ആകർഷിക്കുന്ന ഒരു കടയുണ്ട് കടലുണ്ടിയിൽ, ബാലേട്ടൻ്റെ കട. അവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പോകാം. അങ്ങനെ നമ്മൾ ബാലേട്ടൻ്റെ കടയിൽ എത്തിയിരിക്കുകയാണ്. കടലുണ്ടി ബീച്ച് റോഡിനോട് ചേർന്നാണ് ബാലേട്ടൻ്റെ കട. ബാലേട്ടൻ അല്പം തിരക്കിലാണ്. മീനൊക്കെ വാങ്ങി അത് മുറിക്കുന്നതിൻ്റെയും അതിൽ മസാല പുരട്ടുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ്. നമുക്ക് ബാലേട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ആ ചേട്ടാ, എന്തൊക്കെയാണ് പരിപാടികൾ തുടങ്ങിക്കൊണ്ടിരിക്കണേ? മീൻ കട്ട് ചെയ്യുന്ന അരിവിട്ടണ്, അങ്ങനെ ഓരോരോ പണിയിൽ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. മീനിനുള്ള കൂട്ടുകളൊക്കെ ഇവിടെ തന്നെ തയ്യാറാക്കുന്നത് അല്ലേ? അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് മീൻ മുറിച്ചിങ്ങോട്ട് വന്ന് കഴുകി നെറ്റോട്ടയിൽ വെച്ച് വെള്ളമൊക്കെ വാർത്തതിന് ശേഷം മീൻ പിന്നെ മസാല തേച്ചിടും. മസാല തേച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ പൊരിക്കുക. ഒന്നും പിടിക്കണം തമ്മിൽ. ബാക്കിയൊക്കെ റെഡി ആയിക്കണ്. ചോറ് ഊറ്റി കൊടുക്കണ്, കറിയൊക്കെ ആവണ്. ഓരോരോ പണിയിലാണ്. ഉരുളി അടുപ്പത്ത് കയറ്റുന്നുണ്ട്. അപ്പോൾ മീനിപ്പോൾ വൃത്തിയാക്കുകയാണല്ലേ? മീൻ കഴുകി കൊട്ടയിൽ വെക്കുകയാണ്, നെറ്റോട്ടയിൽ വെക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഒരു കഴുകലും കൂടി കഴുകും. വെള്ളം കഴുകി കഴിഞ്ഞിട്ട് എന്നിട്ട് പിന്നെ നെറ്റോട്ടയിൽ വെച്ചിട്ട് വെള്ളം വാർന്നിട്ട് മസാലയിൽ കുഴച്ചവിടെ വെക്കും. മസാലയിൽ കുഴച്ച് കുറച്ച് നേരം കാത്തുക്കണം. ഒരു അരമണിക്കൂർ അവിടെ വെക്കും. അപ്പോഴേ മസാല പിടിക്കുകയുള്ളൂ. ആ വരിക്കലൊക്കെ പിടിക്കാനുള്ള മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കൂട്ടൊക്കെ അടിച്ച് പിടിച്ചിട്ടുണ്ട്. ഇതിലിപ്പം വേറെ ഒന്നുമില്ല. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ട്രോളിംഗ് നിരോധനമായതിനാൽ കടൽ മത്സ്യങ്ങളെക്കാൾ പുഴമീനുകളാണ് കൂടുതൽ. ചൂര, അമൂർ, തിരുത, കരിമീൻ, ചെമ്പല്ലി, ചെമ്മീൻ ഇങ്ങനെ നീളുന്നു പട്ടിക. ചെറുതും വലുതുമായ നിരവധി മീനുകൾക്കൊപ്പം ആവശ്യക്കാർക്കായി ഞണ്ടും തയ്യാറാകുന്നുണ്ട്. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ ഇവിടെ തിരക്കാണ്. ബാലേട്ടന് ഇത് ഒരു കട മാത്രമല്ല, ഒരു കുടുംബകാര്യം കൂടിയാണ്. ഭാര്യ ദമയന്തി ഒപ്പം മക്കളും മരുമക്കളും ഒക്കെ ആയിട്ടാണ് കട നടത്തുന്നത്. ഇത് ഞങ്ങളൊരു കുടുംബത്തോട് കൂടിയിട്ടും നടത്തുകയാണ്. മക്കളും മരുമക്കളും എല്ലാവരും ഉൾപ്പെടുന്നതാണ് കട. ഭാര്യയാണ് ഇതിൻ്റെ മെയിൻ. പശ്ചാത്ത് വീട്ടിൽ ബാലകൃഷ്ണൻ എന്ന നാട്ടുകാരുടെ ബാലേട്ടൻ്റെ സംരംഭം 2 പതിറ്റാണ്ടിലേക്ക് കടക്കുകയാണ്. ഓലച്ചെട്ടിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത്. അതൊരു ചായയും മിഠായും കൊടുത്തിട്ട് കപ്പ പിട്ട് വെള്ളപ്പൊക്കെ ചുട്ട് വരും. ഭാര്യ ഒറ്റക്കുള്ളൂ. അന്ന് ഭാര്യയും ഞാനും മാത്രമേ ഉള്ളൂ. അങ്ങനെ അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം വേണമല്ലോ. അപ്പം ശകലം ചോറ് വെക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരും, അവർക്കും കൊടുക്കും. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിനെക്കാട്ടി സ്നേഹം ഇങ്ങോട്ട് തരിക. അപ്പം നമുക്ക് പിറ്റേന്നാൾ സൂക്കടൊന്നും ഉണ്ടാവില്ല. പിന്നെയും ഉത്സാഹമേറി. എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങൾക്ക് ഇഷ്ടപ്പെടണേ, അവർ ചോദിക്കണേ പിന്നെ ഇതെങ്ങനെയാണ് അമ്മയെ ഉണ്ടാക്കുക. എൻ്റെ അടുക്കളയിൽ എൻ്റെ അടുത്ത് വരും, അതിൻ്റെ പാകമൊക്കെ കാണും. രാഷ്ട്രീയ നേതാക്കളുടെയും സിനിമാ താരങ്ങളുടെയും ഇഷ്ടകേന്ദ്രം കൂടിയാണ് ഈ കട. ഭക്ഷണം മുഴുവൻ കഴിച്ചില്ലെങ്കിൽ പിഴ ഈടാക്കുമെന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഭക്ഷണത്തിന് മാനിക്കാത്തവനെ നമ്മൾ ബഹുമാനിക്കേണ്ട. എത്ര കഴിച്ചാലും 60 രൂപ വന്നാൽ മതി. ഭക്ഷണം വാങ്ങിച്ചിട്ടുണ്ടല്ലോ നമ്മൾ വേസ്റ്റ് ആക്കിയിട്ട് ഒരു അറപ്പ് പോലെ പോണ്. 90 റുപ്യ വാങ്ങിക്കും. നാളെങ്ങിട്ട് വരണ്ട കേട്ടോ. ആ കച്ചവടം വേണ്ട. നമ്മൾ ദൈവത്തിനോട് സമാധാനം പറയേണ്ടി വരും. കഴിക്കാനെത്തുന്നവർക്കും നല്ല അഭിപ്രായം. നല്ല ഭക്ഷണം. കരിമീനും ബാലേട്ടൻ്റെ മീൻ പൊരിച്ചതും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഫ്രഷ് സാധനമാണ്. ഞാൻ പാലക്കാടാണ് ആക്ച്വലി സ്ഥലം വരുന്നത്. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് എല്ലാ വീക്കിലും ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് കയറിയിട്ടേ പോകുള്ളൂ. കുടുംബത്തോടെയാണ് പലരും എത്തുന്നത്. ഫുഡ് വളരെ നല്ല ഫുഡാണ്. നമുക്ക് ക്വാളിറ്റിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പൊന്നാനിയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ മീനിൻ്റെ ഐറ്റംസ് ഒക്കെ കഴിക്കാൻ തോന്നുമ്പോൾ നമ്മളിവിടേക്ക് വരാറുണ്ട്. മീൻ വിഭവങ്ങൾ വേണ്ടാത്തവർക്ക് ഊൺ മാത്രം കഴിക്കാം. വലിയ മീനിന് കിലോയ്ക്കും ചെറിയ മീനിന് എണ്ണം അനുസരിച്ചുമാണ് വില ഈടാക്കുന്നത്. അപ്പോൾ ബാലേട്ടൻ നമുക്ക് ചോറ് വിളമ്പിയിട്ടുണ്ട്, ഉപ്പേരിയുണ്ട്, പപ്പടമുണ്ട്, വിവിധ കൂട്ടാനുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മീൻ കറിയും സാമ്പാറും ഒപ്പം നല്ല പൊരിച്ച കരിമീനുമുണ്ട്. നോക്കാം.
വയറ് നിറഞ്ഞു, അതിലേറെ മനസ്സും നിറഞ്ഞു. വെറുതെയല്ല ഇവിടെ വന്നവർ വീണ്ടും വരുന്നത്. പാഡിൻ റിപ്പോർട്ടറിൽ മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം. കോഴിക്കോട് നിന്ന് രാജേഷ് വെള്ളരിക്കുണ്ടിനും അഖിലിനുമൊപ്പം സമീർ സി മുഹമ്മദ്, 24.